UGC നെറ്റ് കോമേഴ്സ് എക്സാമിന് ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നും ഏതൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്, ഏതൊക്കെ ഏരിയയാണ് ടച്ച് ചെയ്യുന്നത് എന്ന് നോക്കിയിട്ട് നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. 2012 മുതൽ 2025 വരെ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഇസ് കറക്റ്റ് റിലേറ്റിംഗ് ടു ദി ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം? അതായത് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സിൽ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ നോക്കാം. RBI ഹാസ് ഡയറക്റ്റ് സൂപ്പർവിഷൻ ഓവർ ഡെപ്പോസിറ്ററീസ് ആൻഡ് മ്യൂച്വൽ ഫണ്ട്സ്. അതായത് മ്യൂച്വൽ ഫണ്ട്സും ഡെപ്പോസിറ്ററീസും ഡയറക്റ്റ് സൂപ്പർവൈസ് ചെയ്യുന്നത് RBI ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? അല്ല, RBI അല്ല ഡയറക്റ്റ് ആയിട്ട് സൂപ്പർവൈസ് ചെയ്യുന്നത്. സെബി ആണ് മ്യൂച്വൽ ഫണ്ട്സ്, ഡെപ്പോസിറ്ററീസ് ഒക്കെ ഡയറക്റ്റ് ആയിട്ട് സൂപ്പർവൈസ് ചെയ്യുന്നത്. RBI ബാങ്ക്സിനെ റെഗുലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ തെറ്റാണ്. സെക്കൻഡ് ഓപ്ഷൻ നോക്കൂ. Monetary control is exercised through cash reserve ratio and statutory liquidity ratio. അതായത് RBI യൂസ് ചെയ്യുന്ന മോണിറ്ററി പോളിസി ടൂൾസ് ആണ് CRR ആൻഡ് SLR എന്ന് പറയുന്നത്, അല്ലെ? അതായത് നമ്മുടെ മണി സപ്ലൈ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും എക്കോണമിയിലെ ക്രെഡിറ്റ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടും RBI യൂസ് ചെയ്യുന്ന മോണിറ്ററി പോളിസി ടൂൾസ് ആണ് CRR ആൻഡ് SLR എന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഏകദേശം നമുക്ക് കറക്റ്റായിട്ട് അല്ലെങ്കിൽ കറക്റ്റായിട്ട് തന്നെയാണ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റമായി ബേസ് ചെയ്ത് പറയുന്നത് എന്ന് പറയാനായിട്ട് പറ്റും. എങ്കിൽ കൂടി നമുക്ക് തേർഡ് ആൻഡ് ഫോർത്ത് ഓപ്ഷൻ കൂടി ഒന്ന് നോക്കാം. തേർഡ് ഓപ്ഷൻ എന്താണ് പറയുന്നത് നോക്കൂ. പ്രൈമറി ഡീലേഴ്സ് ഡീൽ ഇൻ ഷെയർസ്, മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആണോ? പ്രൈമറി ഡീലേഴ്സ് ഡീൽ ചെയ്യുന്നത് ഷെയർസ്, മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ്സ് ആണോ? അല്ല. പ്രൈമറി ഡീലേഴ്സ് എന്താണ് ഡീൽ ചെയ്യുന്നുണ്ടായിരിക്കുക? ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ആണ് പ്രൈമറി ഡീലേഴ്സ് എന്ന ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് എന്നത് നമുക്ക് പറയാനായിട്ട് പറ്റും. ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് എന്താണ് പറയുന്നത്? ദ ഡിക്രീസ് ഇൻ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ കോൺട്രാക്ട്സ് ദി ക്രെഡിറ്റ് ക്രിയേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് SLR കുറയുന്ന സമയത്ത് ക്രെഡിറ്റ് ക്രിയേഷൻ കോൺട്രാക്ട് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയാണോ? SLR കുറയുന്ന സമയത്ത് ബാങ്ക്സ് എന്താണ് ചെയ്യുന്നത്? ഒരു സ്മോളർ പെർസെൻറ്റേജ്, അതായത് ഡെപ്പോസിറ്റ്സിന്റെ സ്മോളർ പെർസെൻറ്റേജ് എപ്പോഴും അവർ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? ഹോൾഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ലിക്വിഡ് അസറ്റ്സ് ആയിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ആ സമയത്ത് കസ്റ്റമേഴ്സിന് എന്താണ് നമ്മൾ ഫണ്ട്സ് കൊടുക്കുകയാണ്, അല്ലെ? ഫണ്ട്സ് ലെൻഡ് ചെയ്യാണ്. ആ ടൈമിൽ ക്രെഡിറ്റ് ക്രിയേഷൻ എക്സ്പാൻഡ് ചെയ്യാണ് ചെയ്യുന്നത്, കോൺട്രാക്ട് ചെയ്യല്ല ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഓപ്ഷൻ 1ഉം 2ഉം 3ഉം 4ഉം കമ്പയർ ചെയ്യുന്ന സമയത്ത് ഓപ്ഷൻ 2 ആണ് എക്സാക്റ്റ് ആയിട്ട് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ ഒരു കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ട് പറയാനായിട്ട് പറ്റുക. അതുകൊണ്ട് തന്നെ ആൻസർ ഇസ് ഓപ്ഷൻ 2. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ. ദ റീസൺസ് പുട്ട് ഫോർത്ത് ഫോർ ദി കൺട്രോൾ ഓവർ ദ ആക്ടിവിറ്റീസ് ഓഫ് ദി ഇന്റർനാഷണൽ ബാങ്ക്സ് ആർ. അതായത് ഇന്റർനാഷണൽ ബാങ്ക്സിന്റെ ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ ഇതിൽ ഏതൊക്കെ പ്രവൃത്തികളാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ എന്താണ് പറയുന്നത്? ദീസ് ബാങ്ക്സ് എൻകറേജ് ഇൻഫ്ലേഷൻ ബൈ ആഡിങ് സ്റ്റോക്ക് ഓഫ് മണി സപ്ലൈ ത്രൂ ക്രെഡിറ്റ് ക്രിയേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെ? അതായത് ബാങ്ക്സിന്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് തന്നെ എന്താണ്? ക്രെഡിറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നതാണ്, അല്ലെ? അപ്പോൾ ക്രെഡിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ എന്താണ്? മണി സപ്ലൈ കൂടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എക്കണോമിയിലെ മണി സപ്ലൈ കൂടുന്നതുകൊണ്ട് തന്നെ പണപ്പെരുപ്പം, അതായത് ഇൻഫ്ലേഷൻ പ്രോത്സാഹിപ്പിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്? ആ വക രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുന്നതുകൊണ്ട് ആ വക ആക്ടിവിറ്റീസ് നമ്മൾ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ് എന്ന് പറഞ്ഞൂടെ? അപ്പൊ നമുക്ക് ഓപ്ഷൻ എ കറക്റ്റ് ആണ് എന്ന് പറയുമ്പോൾ 1, 2, 3, 4 എന്നുള്ള അപ്രോപ്രിയേറ്റ് ആൻസർ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ 3 എന്നുള്ളത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓപ്ഷൻ ബി നോക്കൂ. These banks sometimes are responsible for bank failures that harm the interest of the depositors എന്നാണ് ആ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുള്ളത്. അത് ശരിയാണോ? അതായത് ഇന്റർനാഷണൽ ബാങ്ക്സും ചിലപ്പോഴൊക്കെ എന്താണ് ഫെയിലിയർ ആവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരു ബാങ്ക് തന്നെ ഫെയിലിയർ ആവുന്ന സമയത്ത് നമുക്ക് എന്ത് പറയാൻ പറ്റും? അവിടെ ഡെപ്പോസിറ്റ് ചെയ്ത ഡെപ്പോസിറ്റേഴ്സിനെയാണ് അത് ബാധിക്കുന്നത്. അവരെ അത് നല്ല രീതിയിലാണോ ബാധിക്കുക? അല്ല, നെഗറ്റീവായിട്ടായിരിക്കും ബാധിക്കുക, അല്ലെ? അപ്പൊ അത് ഹാംഫുൾ ആണ് എന്നത് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് ഓപ്ഷൻ 2 കറക്റ്റ് ആണ് എന്ന്
പറഞ്ഞൂടെ, ആ രീതിയിൽ വരുന്ന സമയത്ത് ആ ഒരു ആക്ടിവിറ്റിയും കൺട്രോൾ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നാണ് നമ്മളിവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നത്, മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ ആൻഡ് ബി നമുക്ക് ഏകദേശം ഓക്കെ ആയി തോന്നിയിട്ടുണ്ട് അല്ലേ. ഒരു അപ്രോപ്രിയേറ്റ് ആൻസർ എന്നുള്ള രീതിയിൽ വരുന്ന സമയത്ത് ഓപ്ഷൻ എയും ബിയും ഒരുപോലെ വരുന്ന ഓപ്ഷൻസ് ഓപ്ഷൻ 1ഉം 4ഉം ആണ്. ഇനി അതിലേതാണ് എന്നുള്ളതാണ് വരുന്നതായിട്ട് ഏതാണെന്നുള്ളതാണ് നോക്കേണ്ടത്. ഓപ്ഷൻ സി എന്താണ് പറയുന്നത്? ദി കോസ് അൺമാനേജബിൾ ഇൻഡെപ്റ്റഡ്നെസ് എമംഗ് ദി ബോറോയിങ് ഗവൺമെന്റ്സ് ബൈ ചാർജിങ് ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് എന്നാണ് പറയുന്നത്. അതായത് ഇന്റർനാഷണൽ ബാങ്ക്സിൽ നിന്നും ഗവൺമെന്റും ഫണ്ട് ബോറോ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് കീപ്പ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ എന്താണ്, മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. നമുക്ക് ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എക്കണോമിക് ഇൻസ്റ്റബിലിറ്റി വരാൻ ചാൻസ് ഉണ്ട്. അതേപോലെ ഫിനാൻഷ്യൽ ക്രൈസിസ്, ഫിസിക്കൽ ക്രൈസിസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളായിരിക്കും വരിക. അപ്പോൾ അത്തരത്തിൽ പോകുന്ന സമയത്ത് ആ ഒരു ആക്ടിവിറ്റിയും കൺട്രോൾ ചെയ്ത് പോവുകയാണെങ്കിലാണ് നല്ല രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി എന്താണ് ഇവിടെ ഒരു പോയിന്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു സ്റ്റേറ്റ്മെന്റും വാലിഡ് ആണ് എന്ന് നമുക്ക് ഏകദേശം പറയാനായിട്ട് പറ്റും. അങ്ങനെയെങ്കിൽ എ, ബി, സി ഓക്കെ ആണ് അല്ലെ. നമ്മുടെ അപ്രോപ്രിയേറ്റ് ആൻസർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എയും വരാം, ബിയും വരാം, സിയും വരാം. ഓപ്ഷൻ എയിൽ അല്ലെങ്കിൽ ഓപ്ഷൻ 1ലും ഓപ്ഷൻ 4ലും ഈ 3 ഓപ്ഷൻസും ഉണ്ട്. ഇനി ഓപ്ഷൻ 4 കൂടി നമുക്കൊന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. ഓപ്ഷൻ ഡി കൂടി നോക്കിക്കേ. ദി ഡു നോട്ട് അഡ്ഹർ ടു ദി ക്രെഡിറ്റ് അലോക്കേഷൻ പോളിസി ഓഫ് ദി ഹോസ്റ്റ് ഗവൺമെന്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇന്റർനാഷണൽ ഗവൺമെന്റ്സിന്റെ ആക്ടിവിറ്റീസിൽ എങ്ങനെയാണ് ക്രെഡിറ്റ് അലോക്കേഷൻ എന്ന് പറയുന്നത് ഹോസ്റ്റ് ഗവൺമെന്റ് പോളിസീസിൽ മാത്രമായിട്ടില്ല, മേ നോട്ട് ഓൾവേസ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ ആ ഒരു രീതിയിലും നമുക്ക് എന്താണ്, ഇപ്പോൾ ഇന്റർനാഷണൽ ബാങ്ക്സിലായിക്കോട്ടെ കൺട്രോൾ വരുന്ന സമയത്ത് ഹോസ്റ്റ് ഗവൺമെന്റിന്റെ ആയിരിക്കും ഉണ്ടായിരിക്കുക. പക്ഷെ ക്രെഡിറ്റ് ഓപ്പറേഷൻസ്, ക്രെഡിറ്റ് അലോക്കേഷൻസ് ഒക്കെ വരുമ്പോൾ ഹോം കൺട്രി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്തൊക്കെയാണോ അതുകൂടി ഫോളോ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് അല്ലെ. അപ്പോൾ എന്താണ്, ആ ഒരു കാര്യത്തിൽ കൂടി, ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ കൂടി എന്താണ് നമുക്ക് കൺട്രോൾ ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾ 4 ആക്ടിവിറ്റീസും ഇവിടെ ട്രൂ ആയിട്ട് പറയും. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഓപ്ഷൻ 4 എ, ബി, സി, ഡി ഈസ് ദി റൈറ്റ് ആൻസർ. ഓപ്ഷൻ 4 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ നോക്കൂ. Which of the following is not a service provided by NBFCs? NBFCസിന്റെ അണ്ടറിൽ വരാത്ത സർവീസ് ഏതാണ്? എന്താണ് NBFCs? നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, NBFCs എന്ന് പറയുന്നത്. NBFCസിന്റെ അണ്ടറിൽ വരുന്ന ഒരു സർവീസ് ആണ് ലീസിംഗ് എന്ന് പറയുന്നത്. അതേപോലെ അസറ്റ് മാനേജ്മെന്റ് സർവീസസ്, അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ മ്യൂച്വൽ ബെനിഫിറ്റ് ഫിനാൻസ് സർവീസ് ബാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ഓപ്ഷൻ 2 ആണ് സർവീസ് ആയിട്ട് വരാത്തത്. അതായത് ഇംപ്ലിമെന്റിങ് മോഡേണൈസേഷൻ, അതൊരു ജനറിക് ടേം ആയിട്ട് പറയുന്നതാണ് നമ്മൾ അല്ലെ. അല്ലാതെ ഒരു സർവീസ് ആയിട്ട് നമുക്ക് എന്താണ് മോഡേണൈസേഷൻ, മോഡേണിറ്റി അല്ലെങ്കിൽ മോഡേണൈസേഷൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഒരു സർവീസ് ആയിട്ട് പറയാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ്, ഓപ്ഷൻ 2 ഈസ് ദി റൈറ്റ് ആൻസർ. ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കൂ. Which of the following is not an approach to the structure of the Indian financial system? അതായത് ഇന്ത്യൻ ഫൈനാൻഷ്യൽ സിസ്റ്റത്തിന്റെ സ്ട്രക്ചറിൽ ഇതിൽ ഈ ഓപ്ഷൻസിൽ തന്നിരിക്കുന്ന വരാത്ത അപ്രോച്ച് ഏതാണ്, നോട്ട് ആൻ അപ്രോച്ച് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻസ് നോക്കിക്കേ. ഓപ്ഷൻ എ, a brokerage can be either full service or discount ആണല്ലോ. നമുക്ക് ബ്രോക്കറേജ് കൊടുക്കുക അല്ലെങ്കിൽ ബ്രോക്കറേജ് ഫീസ് എന്ന് പറയുന്നത് ഫുൾ സർവീസിനും കൊടുക്കാം, അതുപോലെ തന്നെ ഡിസ്കൗണ്ടിനും കൊടുക്കാം. അപ്പോൾ ഓപ്ഷൻ എ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് നോട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ എ ഈസ് ആൻ അപ്രോച്ച് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ഓപ്ഷൻ ബി നോക്കൂ. ദ ഫിനാൻഷ്യൽ സിസ്റ്റം ഈസ് കൺസേൺഡ് അബൌട്ട് മണി, ക്രെഡിറ്റ് ആൻഡ് ഫൈനാൻസ്. ദ 3 terms are intimately related yet are somewhat different from each other ആണല്ലോ. മണി, ക്രെഡിറ്റും ഫൈനാൻസും മൂന്ന് ടേംസ് തന്നെയാണ്. ഇന്റിമേറ്റ്ലി ചില റിലേഷൻ ഉണ്ടെങ്കിൽ പോലും അവരെന്താണ് സംവാട്ട് ഡിഫറെന്റ് ആണ് അല്ലെ. തികച്ചും ഡിഫറെന്റ് ആയിട്ടുള്ള 3 ടേംസ് തന്നെയാണ്. പക്ഷെ ഫിനാൻഷ്യൽ സിസ്റ്റത്തില് കൺസേൺ ചെയ്യുന്ന 3 ഫാക്ടേഴ്സ് കൂടിയാണ് മണിയും ക്രെഡിറ്റും ഫൈനാൻസും. അപ്പോൾ ഓപ്ഷൻ ബി എന്താണ് റൈറ്റ് ആൻസർ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ അപ്രോപ്രിയേറ്റ് ഓപ്ഷൻസ് നോക്കുന്ന സമയത്ത് എ വരുന്ന ഓപ്ഷൻ വരില്ല, ബി വരുന്ന ഓപ്ഷൻ വരില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ക്ലിയർ ആണ് ഓപ്ഷൻ 1ഉം 2ഉം അതേപോലെ തന്നെ 4ഉം വരില്ല എന്നത്. നമുക്കിവിടെ ഈ ഒരു 2 ഓപ്ഷൻ കാണുന്ന സമയത്ത് തന്നെ ഓപ്ഷൻ സി ഈസ് ദി റൈറ്റ് ആൻസർ അല്ലെങ്കിൽ ഓപ്ഷൻ 3 റൈറ്റ് ആൻസർ ആണെന്ന് അറിയാം. നമുക്ക് എന്നാലും ജസ്റ്റ് എന്താണ് ഈ 2 ഓപ്ഷൻസ് കൂടി നോക്കാം.
ഓപ്ഷൻ സി എന്താണ് പറയുന്നത്? ഹൗസിംഗ് ഫിനാൻസ് സിംപ്ലി റെഫേഴ്സ് ടു പ്രൊവൈഡ് ഫിനാൻസ് ഫോർ വെഞ്ചർ ക്യാപിറ്റൽ എന്നാണ് പറയുന്നത്. അങ്ങനെയാണോ? ഹൗസിംഗ് ഫിനാൻസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഹൗസിംഗ് ലോൺ കൊടുക്കുക അല്ലെ, എന്തെങ്കിലും കൈൻഡ് ഓഫ് പർച്ചേസിന് അല്ലെങ്കിൽ കൺസ്ട്രക്ഷന് അല്ലെങ്കിൽ റിനോവേഷന് അങ്ങനെയുള്ള കൈൻഡ്സ് ഓഫ് കാര്യങ്ങൾക്കാണ് നമ്മൾ എന്ത് കൊടുക്കുക? ഹൗസിംഗ് ഫൈനാൻസ് കൊടുക്കുന്നത്, അല്ലാതെ വെഞ്ചർ ക്യാപിറ്റലിനല്ല എന്നാണ് പറയുന്നത്. സോ ഓപ്ഷൻ സി എന്ന് പറയുന്നത് ഇവിടെ ഒരു അപ്രോച്ച് ആയിട്ട് വരില്ല. ഓപ്ഷൻ ഡി എന്താണ് പറയുന്നത്? ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് മേ ഓൾസോ ബി ഡിവൈഡഡ് അക്കോർഡിംഗ് ടു അസറ്റ് ക്ലാസ്. അതായത് അസറ്റ് ക്ലാസ്സിനനുസരിച്ചായിരിക്കും ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അതെങ്ങനെയൊക്കെ ആവാം? ഡെറ്റ് ബേസ്ഡ് ആവാം, ഇക്വിറ്റി ബേസ്ഡ് ആവാം. ഡെറ്റ് ബേസ്ഡ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ ബോണ്ട്സ്, ഷെയർസ്, ഡിബഞ്ചേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡെറ്റ് ബേസിസിൽ പറയാൻ പറ്റും. ഇക്വിറ്റി ബേസ്ഡ് ആണെങ്കിൽ സ്റ്റോക്ക്, അതെല്ലാം എന്തായിട്ടാണ് വരുന്നത്? ഇക്വിറ്റി ബേസ്ഡ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ 4 ഒരു അപ്രോച്ച് ആയിട്ടാണ് വരുന്നത്. ഇതിന് തന്നെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവും ഓപ്ഷൻ സി, അതായത് തേർഡ് ഓപ്ഷൻ സി ഓൺലി എന്നതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5 നോക്കൂ. ഒരു മാച്ച് ദ ഫോളോയിങ് ആണ് അല്ലെ. അതായത് ലിസ്റ്റ് 1ഉം ലിസ്റ്റ് 2ഉം തന്നിട്ടുണ്ട്. ABCD എന്ന് പറഞ്ഞിട്ട് ലിസ്റ്റ് 1 ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ലിസ്റ്റ് 2 ആയിട്ട് 1 2 3 4 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട് അല്ലെ. അതിൽ ലിസ്റ്റ് 1 എ എന്താണ് പറയുന്നത്? റോൾ ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്. റോൾ ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക് ഇവിടെ എന്തായിട്ട് മാച്ച് ചെയ്യാനായിട്ട് പറ്റും? ലിസ്റ്റ് 2 ഹെൽപ്പ് ടു കൺസ്യൂമേഴ്സ് എന്നുള്ള രീതിയിൽ പറഞ്ഞൂടെ? അതായത് കൺസ്യൂമേഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്തുള്ളത്? കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഉള്ളത് എന്ന് പറയാം. അങ്ങനെയെങ്കിൽ NBFC സർവീസ്, അതായത് A1 വരുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ ഇവിടെ അല്ലെ. അങ്ങനെ തന്നെ നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു. 1 ആണ് ആൻസർ എന്നുള്ളത്. ബാക്കിയൊന്നും A1 ആയിട്ട് പറയുന്നില്ല. എങ്കിൽ പോലും നമുക്കിപ്പോൾ A നമുക്ക് നോക്കാൻ പറ്റിയില്ലെങ്കിൽ തന്നെ സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് അല്ലെങ്കിൽ ഫോർത്ത് ഓപ്ഷൻ ഒന്ന് നോക്കൂ. ഡെപ്പോസിറ്ററി ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് എവിടെയായിരിക്കും? ബാങ്കിൽ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ അല്ലെ, അപ്പൊ അത്തരത്തിൽ നമുക്ക് അങ്ങനെ നമുക്ക് ഓപ്ഷൻ കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. അതായത് ഡെപ്പോസിറ്ററി ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് മ്യൂച്വൽ സേവിംഗ് ബാങ്ക് ആയിട്ട് പറയാനായിട്ട് പറ്റും. സോ D2 വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ നോൺ ഡെപ്പോസിറ്ററി ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ട് ആയിട്ട് പറഞ്ഞൂടെ? നമ്മൾ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോഴും നമ്മൾ NBFCസിന്റെ ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോഴും അവിടെ മ്യൂച്വൽ ഫണ്ട് വരുന്നത് ഏതാണെന്നാ പറയുന്നത്? നോൺ ഡെപ്പോസിറ്ററി ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ NBFCs ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അങ്ങനെയെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ ഇനി ഏത് വരാനേ ചാൻസ് ഉള്ളൂ? NBFC സർവീസ് എന്നത് ഹയർ പർച്ചേസ് മാത്രമേ വരാൻ ചാൻസ് ഉള്ളൂ. സോ the right answer is option A. Next, question number 6 നോക്കൂ. യൂണിവേഴ്സൽ ബാങ്ക്സ് ദാറ്റ് ഫങ്ഷൻ ആസ് ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്സ് ഇൻ ഇന്ത്യ ആർ റെഗുലേറ്റഡ് ബൈ. അതായത് ഇന്ത്യയിലെ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്സ് ആയി ഫങ്ഷൻ ചെയ്യുന്ന യൂണിവേഴ്സൽ ബാങ്ക്സ് ആരാണ് റെഗുലേറ്റ് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. ബാങ്ക്സ് റെഗുലേറ്റ് ചെയ്യുന്നത്, ഇന്ത്യയിലെ ബാങ്ക്സ് റെഗുലേറ്റഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആരായിട്ട് പറയാൻ പറ്റും? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതായത് RBI. സോ ഹിയർ ദ റൈറ്റ് option for this question is option number 2, that is RBI. Next, question number 7 നോക്കിക്കേ. Which of the following are primary functions of money market? മണി മാർക്കറ്റിന്റെ പ്രൈമറി ഫങ്ഷൻസ് ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് മണി മാർക്കറ്റ്? അതായത് നമ്മുടെ ഷോർട്ട് ടേം ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് വരുന്ന മാർക്കറ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മണി മാർക്കറ്റ്സ് എന്ന് പറയുന്നത് അല്ലെ. അത്തരത്തിൽ പറയുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ആൻസർ ഭയങ്കര ക്ലിയർ ആണ് അല്ലെ. ഓപ്ഷൻ 1 നോക്കൂ. പ്രൊവൈഡ് ഷോർട്ട് ടേം ലിക്വിഡിറ്റി. യെസ്, 1 വരില്ലേ. സെക്കൻഡ് ഓപ്ഷൻ നോക്കിക്കേ. ഫെസിലിറ്റേറ്റ് ലോങ് ടേം ക്യാപിറ്റൽ റേസിംഗ്. ലോങ് ടേം ക്യാപിറ്റൽ റേസിംഗ് മണി മാർക്കറ്റിലെ ഒരു ഫംഗ്ഷൻ ആണോ? അല്ല. സോ ഓപ്ഷൻ 2 എന്തായാലും വരില്ല. അത് രണ്ടും വരുമ്പോൾ തന്നെ ഇവിടെ എന്താണ്? ഓപ്ഷൻ എയിലും ബിയിലും 1 and 2 വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻ സി ആണെന്ന് ആൻസർ കിട്ടിക്കഴിഞ്ഞു. എന്നാലും 3 and 4 എന്താണ് പറയുന്നത് കൂടി നോക്കാം. തേർഡ് ഓപ്ഷൻ എന്താണ് പറയുന്നത്? ഓഫർ എ മെക്കാനിസം ഫോർ ഷോർട്ട് ടേം ഫണ്ട്സ് മാനേജ്മെന്റ്. അതെല്ലേ, ഷോർട്ട് ടേം ഫണ്ട് മാനേജ് ചെയ്യുന്നതാണ് മണി മാർക്കറ്റിന്റെ മെക്കാനിസം. മണി മാർക്കറ്റ് ഓഫർ ചെയ്യുന്ന ഒരു മെക്കാനിസമാണ് ഷോർട്ട് ടേം ഫണ്ട് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇനി ഇന്റർനാഷണൽ ട്രേഡ് ട്രാൻസാക്ഷൻസ് മണി മാർക്കറ്റിൽ വരുമോ? ഇല്ല. സോ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഷുവർ ആണ് 1 and 3 ആയിരിക്കും ഓപ്ഷൻ. സോ ഹിയർ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ സി, 1 and 3 ഓൺലി.
അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 8 നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ കൺസിഡേർഡ് ആസ് ഓഫ് ബാലൻസ് ഷീറ്റ് ആക്ടിവിറ്റീസ് ഓഫ് എ കൊമേഴ്ഷ്യൽ ബാങ്ക്? കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഓഫ് ബാലൻസ് ഷീറ്റ് ആക്ടിവിറ്റീസ് ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ നോക്കിക്കേ, ലീഡിംഗ് മണി ടു എ ഡെപ്പോസിറ്റർ. ലീഡിംഗ് മണി ടു എ ഡെപ്പോസിറ്റർ എന്ന് പറയുമ്പോൾ ഓൺ ബാലൻസ് ഷീറ്റ് ആണോ ഓഫ് ബാലൻസ് ഷീറ്റ് ആണോ പറയുന്നത്? ഓൺ ബാലൻസ് ഷീറ്റ് ആയിരിക്കും അല്ലെ. അതായത് ബാലൻസ് ഷീറ്റിൽ വരുന്ന ഒരു ഐറ്റമാണ് ലീഡിംഗ് മണി ടു എ ഡെപ്പോസിറ്റർ എന്ന് പറയുന്നത്. ഇനി ബോറോയിങ് ഫ്രം RBI. RBIയിൽ നിന്നും നമ്മൾ ബോറോ ചെയ്യുന്ന ഫണ്ട് നമ്മൾ ഇവിടെ കാണിക്കോ, ബാലൻസ് ഷീറ്റിൽ കാണിക്കോ? അതെ, കാണിക്കും അല്ലെ. നമ്മൾ മണി ബോറോ ചെയ്യുന്നതൊക്കെ ഓൺ ബാലൻസ് ഷീറ്റ് ഐറ്റം ആയിട്ടാണ് പറയാം. ഇനി പർച്ചേസിങ് എ ഫ്യൂച്ചർ കോൺട്രാക്ട്. നമ്മളൊരു കോൺട്രാക്ട് എഗ്രിമെന്റ് വെക്കുന്നുണ്ട്, പർച്ചേസ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത് നമ്മൾ എന്താണ്, ഓൺ ബാലൻസ് ഷീറ്റ് ആണോ ഓഫ് ബാലൻസ് ഷീറ്റ് ആക്ടിവിറ്റി ആണോ? യെസ്, ഇറ്റ് ഈസ് എ ഓഫ് ബാലൻസ് ഷീറ്റ് ഐറ്റം. സോ എന്തായാലും സി എന്താണ്, ഓഫ് ബാലൻസ് ഷീറ്റ് ഐറ്റം ആണ്. ഇനി ഡി നോക്കൂ, ഇഷ്യൂയിങ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. ഇഷ്യൂയിങ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഗ്യാരണ്ടി ആണ് അവിടെ പറയുന്നത് അല്ലെ. അതപ്പോ ഓഫ് ബാലൻസ് ഷീറ്റ് ഐറ്റം അല്ലേ? യെസ്, അതൊരു ഓഫ് ബാലൻസ് ഷീറ്റ് ഐറ്റം ആയിട്ടാണ് പറയുന്നത്. ഇനി അതേപോലെ തന്നെ ലാസ്റ്റ് നോക്കൂ, എൻഗേജിങ് എ സ്വാപ്പ് കോൺട്രാക്ട് എന്നാണ് പറയുന്നത്. അതും ഒരു എഗ്രിമെന്റ് ആണ്. സോ CDE ആണ് എന്തായിട്ട് പറയുന്നത്, ഓഫ് ബാലൻസ് ഷീറ്റ് ആക്ടിവിറ്റീസ് ആയിട്ട് പറയുന്നത്. CDE എന്നുള്ളത് ഏത് ഓപ്ഷൻ ആണ് വരുന്നത്? യെസ്, ഓപ്ഷൻ 3. So here for this question option 3EDC only is the right answer. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 8 നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ കൺസിഡേർഡ് ആസ് ഓഫ് ബാലൻസ് ഷീറ്റ് ആക്ടിവിറ്റീസ് ഓഫ് എ കൊമേഴ്ഷ്യൽ ബാങ്ക്? കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഓഫ് ബാലൻസ് ഷീറ്റ് ആക്ടിവിറ്റീസ് ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ നോക്കിക്കേ, ലീഡിംഗ് മണി ടു എ ഡെപ്പോസിറ്റർ. ലീഡിംഗ് മണി ടു എ ഡെപ്പോസിറ്റർ എന്ന് പറയുമ്പോൾ ഓൺ ബാലൻസ് ഷീറ്റ് ആണോ ഓഫ് ബാലൻസ് ഷീറ്റ് ആണോ പറയുന്നത്? ഓൺ ബാലൻസ് ഷീറ്റ് ആയിരിക്കും അല്ലെ. അതായത് ബാലൻസ് ഷീറ്റിൽ വരുന്ന ഒരു ഐറ്റമാണ് ലീഡിംഗ് മണി ടു എ ഡെപ്പോസിറ്റർ എന്ന് പറയുന്നത്. ഇനി ബോറോയിങ് ഫ്രം RBIയിൽ നിന്നും നമ്മൾ ബോറോ ചെയ്യുന്ന ഫണ്ട് നമ്മൾ ഇവിടെ കാണിക്കോ, ബാലൻസ് ഷീറ്റിൽ കാണിക്കോ? അതെ, കാണിക്കും അല്ലെ. നമ്മൾ മണി ബോറോ ചെയ്യുന്നതൊക്കെ ഓൺ ബാലൻസ് ഷീറ്റ് ഐറ്റം ആയിട്ടാണ് പറയാം. ഇനി പർച്ചേസിങ് എ ഫ്യൂച്ചർ കോൺട്രാക്ട്. നമ്മളൊരു കോൺട്രാക്ട് എഗ്രിമെന്റ് വെക്കുന്നുണ്ട്, പർച്ചേസ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത് നമ്മൾ എന്താണ്, ഓൺ ബാലൻസ് ഷീറ്റ് ആണോ ഓഫ് ബാലൻസ് ഷീറ്റ് ആക്ടിവിറ്റി ആണോ? യെസ്, ഇറ്റ് ഈസ് എ ഓഫ് ബാലൻസ് ഷീറ്റ് ഐറ്റം. സോ എന്തായാലും സി എന്താണ്, ഓഫ് ബാലൻസ് ഷീറ്റ് ഐറ്റം ആണ്. ഇനി ഡി നോക്കൂ, ഇഷ്യൂയിങ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. ഇഷ്യൂയിങ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഗ്യാരണ്ടി ആണ് അവിടെ പറയുന്നത് അല്ലെ. അതപ്പോ ഓഫ് ബാലൻസ് ഷീറ്റ് ഐറ്റം അല്ലേ? യെസ്, അതൊരു ഓഫ് ബാലൻസ് ഷീറ്റ് ഐറ്റം ആയിട്ടാണ് പറയുന്നത്. ഇനി അതേപോലെ തന്നെ ലാസ്റ്റ് നോക്കൂ, എൻഗേജിങ് എ സ്വാപ്പ് കോൺട്രാക്ട് എന്നാണ് പറയുന്നത്. അതും ഒരു എഗ്രിമെന്റ് ആണ്. സോ CDE ആണ് എന്തായിട്ട് പറയുന്നത്, ഓഫ് ബാലൻസ് ഷീറ്റ് ആക്ടിവിറ്റീസ് ആയിട്ട് പറയുന്നത്. CDE എന്നുള്ളത് ഏത് ഓപ്ഷൻ ആണ് വരുന്നത്? യെസ്, ഓപ്ഷൻ 3. So here for this question option 3EDC only is the right answer. 9th question നോക്കൂ. Which of the following is not a function performed by a financial system എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ അണ്ടറിൽ പെർഫോം ചെയ്യാത്ത ഫംഗ്ഷൻ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ 1 സേവിങ് ഫംഗ്ഷൻ. സേവിങ് ഫംഗ്ഷൻ ഒരു ഫംഗ്ഷൻ ആയിട്ട് പറഞ്ഞോടെ. അതായത് സേവിങ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, നമ്മുടെ കസ്റ്റമേഴ്സിന്റെ മണി സേവ് ചെയ്യുന്നു. അതായത് സെക്യൂർ ആയിട്ട് എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് എന്താണ്, ഫിനാൻഷ്യൽ സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട്, സേവ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഇപ്പൊ സേവിങ് ആയിക്കോട്ടെ, ഇൻവെസ്റ്റിംഗ് ആയിക്കോട്ടെ, ലെൻഡിങ് ആയിക്കോട്ടെ, അത്തരത്തിലുള്ളതെല്ലാം ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ ഒരു ആക്ടിവിറ്റി ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും അല്ലെ. അതേപോലെ നെക്സ്റ്റ് ഓപ്ഷൻ എന്താണ് പറയുന്നത്, സോഷ്യൽ ഫംഗ്ഷൻ. സോഷ്യൽ ഫംഗ്ഷൻ ഒരു ഫംഗ്ഷൻ ആയിട്ട് വരുമോ? സോഷ്യൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു ഡയറക്റ്റ് ഫംഗ്ഷൻ അല്ല അല്ലെ. അതായത് ഇൻഡയറക്ട്ലി വരുന്ന ഒരു ഫംഗ്ഷൻ ആയിട്ടേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ, സോഷ്യൽ ഫംഗ്ഷൻ എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. അതായത് പ്രൈമറി റോള് വരുമ്പോൾ എന്തായാലും സോഷ്യൽ ഫംഗ്ഷൻ ഒരു ഫംഗ്ഷൻ ആയിട്ട് പറയാനായിട്ട് പറ്റില്ല. അതേപോലെ റിസ്ക് ഫംഗ്ഷൻ ഒരു ഫംഗ്ഷൻ ആയിട്ട് പറയാൻ പറ്റും അല്ലെ. റിസ്ക് നമ്മൾ മാനേജ് ചെയ്യണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇൻഷുറൻസ് ആണെങ്കിൽ നമുക്ക് റിസ്ക് ഉണ്ടായിരിക്കും. അത്തരത്തിൽ വരുമ്പോൾ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ റിസ്ക് ഫംഗ്ഷൻ വരുന്നതായിരിക്കും അല്ലെ. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ മോർ ദാൻ വൺ ഓഫ് ദി എബവ് എന്നുള്ളത് നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റില്ല. ഹിയർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ 2 സോഷ്യൽ ഫംഗ്ഷൻ ഇസ് ദി റൈറ്റ് ആൻസർ. നെക്സ്റ്റ് 10th ക്വസ്റ്റ്യൻ ഒന്ന് നോക്കൂ. വിച്ച് ഇസ് ദ ലീഗൽ ഫ്രെയിംവർക്ക് ഗവേണിംഗ് ദി റീജിയണൽ റൂറൽ ബാങ്ക്സ്? RRBs ഏത്
ലീഗൽ ഫ്രെയിംവർക്കിലാണ് ഗവേൺ ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 5 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതായത് നമുക്ക് റീജിയണൽ റൂറൽ ബാങ്ക്സ് ആക്ട് 1976 ഓപ്ഷൻ എ, ഓപ്ഷൻ ബി റീജിയണൽ റൂറൽ ബാങ്ക്സ് ആക്ട് 1966, ഓപ്ഷൻ സി സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 1989, ഓപ്ഷൻ ഡി ബാങ്കിംഗ് റെഗുലേഷൻസ് ആക്ട് 1949 ആൻഡ് ഓപ്ഷൻ ഇ ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് സി ആൻഡ് ഇ എന്തായാലും അല്ല എന്നുള്ളത് മനസ്സിലാവും അല്ലെ. സി എന്താണ് പറയുന്നത്? ഇൻഡസ്ട്രീസിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് സിഡ്ബി വന്നിട്ടുള്ളത് അല്ലെ. അതേപോലെ പാർട്ട്ണർഷിപ്പ് ആക്ട് ആണ് ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് എ ബി ഡി ആണ്. അതിൽ ഇപ്പൊ തന്നെ പഠിച്ചു വെക്കുക, RRBയുടെ ആക്ട് എന്ന് പറയുന്നത് റീജിയണൽ റൂറൽ ബാങ്ക്സ് ആക്ട് വന്നിട്ടുള്ളത് 1976 അതുകൊണ്ട് തന്നെ ഇവിടെ RRBസിന്റെ ആക്ട് 1976 ഓപ്ഷൻ എയും ഓപ്ഷൻ ഡി ബാങ്കിംഗ് റെഗുലേഷൻസ് ആക്ട് 1949 ആണ് വരുന്നത്. സോ ഫോർ ദിസ് ക്വസ്റ്റ്യൻ the right answer is option number 1, A and D only.